ഹെവി ഫൈറ്റിലൂടെ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ നാദാപുരം മണ്ഡലമാണ്. 1951 നാദാപുരം മണ്ഡലം രൂപീകൃതമാകുന്നത്. ആ രൂപീകൃതമായ ആ കാലഘട്ടം മുതൽ തന്നെ വടക്കൻ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു മണ്ഡലമായാണ് നാദാപുരത്തെ കരുതിപ്പോരുന്നത്. അതിന് കാരണമുണ്ട്. കാരണം കടുത്ത പാർട്ടി മത്സരങ്ങൾക്കും ഉയർന്ന പോളിംഗ് ശതമാനത്തിനും പേര് കേട്ട മണ്ഡലത്തിൽ താഴെ തട്ടിൽ വലിയ സജീവ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വലിയ പ്രത്യേകത. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന മണ്ഡലമാണ് നാദാപുരം. അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 60ഓളം വർഷങ്ങൾ, 56 വർഷങ്ങൾ LDFിനൊപ്പം നിന്ന ചരിത്രമാണ് നാദാപുരം മണ്ഡലത്തിനുള്ളത്. CPIയുടെ കോട്ട, നാദാപുരം അംഗം, അതെന്നും CPIമിനൊപ്പം നിന്നിരുന്നു. നാദാപുരം എപ്പോഴും LDFിനെ പിന്തുണച്ച മണ്ഡലം കൂടിയായിരുന്നു. പക്ഷേ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേക ഒരു മാനം കൈവരുന്നത് അവിടുത്തെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെയാണ്. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 20 വർഷത്തിനിടയ്ക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ ആരെയും വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിനെ എന്ന ആ ഒരു പരാതി ഇത്തവണ തീർക്കാനുള്ള ഏറ്റവും വലിയ മണ്ഡലമായി അല്ലെങ്കിൽ ഒരു വഴിയായി തന്നെയാണ് നാദാപുരത്തെ UDF കാണുന്നത്. കോഴിക്കോട് ജില്ലയിലെ പല മണ്ഡലങ്ങളിലും എന്ന പോലെ തന്നെയാണ് UDF വിജയം പ്രതീക്ഷിക്കുന്നത്. നാദാപുരത്ത് 10 പഞ്ചായത്തിൽ 6 പഞ്ചായത്ത് LDFിനൊപ്പമാണ് ഉള്ളത് എന്നാണ് LDFിന് അവിടെ നിൽക്കുന്ന ഒരു മേൽക്കൈ. പക്ഷേ അപ്പോഴും ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുകൾ നമ്മൾ വലിയ രീതിയിൽ തന്നെ പരിശോധിക്കുമ്പോൾ വാണിമേൽ പഞ്ചായത്തിൽ LDFിന് ഭൂരിപക്ഷം എന്ന് പറയുന്നത് 1 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള വോട്ട് ഷെയറിൽ, വോട്ട് വിഹിതത്തിൽ വലിയ ഇടിവ് വരുന്നുണ്ട് LDFിന് എന്നുള്ളതാണ് പഞ്ചായത്തുകളിലെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ അവസ്ഥ. അപ്പോൾ അത് വലിയ ആത്മവിശ്വാസമാണ് UDFിന് നാദാപുരം മണ്ഡലത്തിൽ നൽകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതത്തിലുണ്ടായ വർധനവിൽ മാത്രമല്ല UDFിന്റെ പ്രതീക്ഷ. വലിയ ചരിത്രങ്ങൾ ഉണ്ട് നാദാപുരം മണ്ഡലത്തിന്. CPI പിന്തുണയ്ക്കുന്ന മണ്ണാണ്, ഇടതുകോട്ടയാണ് എന്ന് പറയുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തുടർച്ചയായി വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വടകര അടക്കമുള്ള, നാദാപുരം അടക്കമുള്ള, പേരാമ്പ്ര അടക്കമുള്ള, കുറ്റ്യാടി അടക്കമുള്ള വടകര ലോക്സഭാ മണ്ഡലം അവിടെ വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കാൻ UDFിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. അപ്പോൾ നമുക്കതിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്കൊന്ന് പോകാം. നാദാപുരം പഞ്ചായത്തിൽ 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അവിടെ ഇലക്ട് ചെയ്യപ്പെടുന്നത് EK വിജയനാണ്. MLA ആയി എത്തുന്നത് EK വിജയനാണ്. 72,078 വോട്ടാണ് EK വിജയന് ലഭിക്കുന്നത്. UDFിന്റെ സ്ഥാനാർത്ഥിയായ VM ചന്ദ്രൻ അന്ന് ലഭിക്കുന്നത് 64,532 വോട്ടുകളാണ്. 7,546ന്റെ ഭൂരിപക്ഷമാണ് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിന് നാദാപുരം മണ്ഡലത്തിൽ ലഭിച്ചതെങ്കിൽ 2016 പോയാൽ അവിടെ ചിത്രം മാറുന്നുണ്ട്. ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് 2016 കണക്കുകൾ സൂചിപ്പിക്കുന്നത്. NDAയ്ക്കും വലിയ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 6,058 വോട്ടുകളാണ് NDAയ്ക്ക് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാദാപുരം നൽകിയത്. അതിനാൽ തന്നെ NDA ഒരു പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലം കൂടിയാകുന്നില്ല നാദാപുരം മണ്ഡലം. അവിടെ ഫൈറ്റ് വരുന്നത് തീർച്ചയായും LDFും UDFും തമ്മിലാണ്. നെക്ക് ടു നെക്ക് ഫൈറ്റ് നാദാപുരത്ത് ഇത്തവണ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രത്യേകതയായി വരുന്നത്. ഇനി 2016 കണക്കുകളിലേക്ക് കൂടി നമ്മൾക്ക് പോകേണ്ടതുണ്ട്. 2016 കണക്കുകൾ പരിശോധിച്ചാൽ 74,742 വോട്ട് ശതമാനം, വോട്ട് വിഹിതം കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് EK വിജയന്. എങ്കിൽ പോലും അതേ കൂടൽ അല്ലെങ്കിൽ എത്രത്തോളം വർധന LDFിന് ലഭിച്ചോ അത്രത്തോളം വർധന തന്നെ പ്രവീൺ കുമാറിന്റെ UDFിന്റെ സ്ഥാനാർത്ഥിക്കും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയമായ കാര്യം. 69,983 വോട്ട് പ്രവീൺ കുമാറിന് ലഭിക്കുമ്പോൾ 2011 7,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിയമസഭയിലെത്തിയ EK വിജയൻ 2016 നിയമസഭയിലേക്ക് എത്തുന്നത് വെറും 4,759 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. വലിയ ഇടിവ്, ഏകദേശം 3,000ഓളം വോട്ടിന്റെ ഇടിവ് അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് വലിയ ചിന്തനീയമായ കാര്യം. കാരണം ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഓരോ മണ്ഡലങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായും ആ സമയത്തുണ്ടാകുന്ന സംസ്ഥാനത്തെ മൊത്തം സാഹചര്യത്തെ അനുസരിച്ചിരിക്കും, കാൻഡിഡേറ്റിനെ അനുസരിച്ചിരിക്കും, ആ പ്രദേശത്തുണ്ടായിരുന്ന പ്രാദേശികമായ വിഷയങ്ങളെ അനുകരിച്ചിരിക്കും. EK വിജയൻ എന്ന് പറയുന്നത് തുടർച്ചയായി ഹാട്രിക്കായി നിയമസഭയിലേക്ക് നാദാപുരം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചെത്തിയ MLA ആണ്. EK വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു പൊതുസ്വഭാവം വളരെ സുതാര്യനാണ്, പൊതുസമ്മതനാണ്, ജനസമ്മതനാണ്. നിയമസഭാ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് എത്തുന്നു എന്നുള്ളത് മാത്രമല്ല ബാക്കി എല്ലാ സമയങ്ങളിലും മണ്ഡലത്തിൽ തന്നെ ചിലവഴിച്ചുകൊണ്ട് മണ്ഡല
മണ്ഡലത്തിലെ ഓരോ ആളുകൾക്കും പേരെടുത്ത് വിജയേട്ട എന്ന് വിളിക്കാൻ പറ്റുന്ന രീതിയിൽ പേരെടുത്ത് അത്രത്തോളം ജനകീയനായ ഒരാളാണ്. പക്ഷേ ഒരു സംസ്ഥാനത്തിന്റെ ഒരു പൊതു രാഷ്ട്രീയത്തിൽ CPIയുടെ ഒരു മുഖമാണോ EK വിജയൻ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്, ജനകീയനായ ഒരു MLA എന്നുള്ള രീതിക്കാണ് EK വിജയനെ നാദാപുരത്തുകാർ ഹാട്രിക് അടിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് വിടുന്നത്. ഇനി നമുക്ക് 2021 തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. 2021 വന്നാലും EK വിജയനെ തന്നെ പിന്തുണയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത്. EK വിജയന് അന്നും വോട്ട് ഷെയർ കൂടുന്നുണ്ട്. 83,293 എന്ന വോട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും അതേ ഇടിച്ചുകയറൽ, അതേ വർധനവ് തന്നെ UDFനും അവിടെ ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് K പ്രവീൺകുമാറിന് അന്ന് ലഭിച്ചത്. 79,258 വോട്ടുകളാണ്. ഭൂരിപക്ഷം നോക്കുമ്പോൾ LDFന്റെ ഭൂരിപക്ഷം അവിടെ വീണ്ടും ഇടിയുകയാണ്. വെറും 4,036 വോട്ടിന് മാത്രമാണ്, ആ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മാത്രമാണ് EK വിജയനെ നിയമസഭയിലേക്ക് എത്തിക്കാൻ LDFന് കഴിഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയാണ് ഇത്തവണ നാദാപുരം മണ്ഡലത്തെ മറ്റു മണ്ഡലത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും. കാരണം UDFും LDFും ഒരുപോലെ പ്രതീക്ഷിക്കുന്ന മണ്ഡലം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി 56 വർഷങ്ങളായി LDFനൊപ്പം നിന്ന മണ്ഡലമാണ് നാദാപുരം മണ്ഡലം എന്ന് പറയുമ്പോൾ CPIക്ക് വലിയ വേരോട്ടമുള്ളതാണ്. മലബാറിൽ CPIക്ക് വലിയ വേരോട്ടമുള്ള ഒരു മണ്ഡലം കൂടിയാണ് നാദാപുരം. CPI വലിയ രീതിയിൽ വിജയ പ്രതീക്ഷ ലക്ഷ്യം വെക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് നാദാപുരം മണ്ഡലം. ആ നാദാപുരം മണ്ഡലത്തിലേക്ക് ഇത്തവണ സ്ഥാനാർത്ഥിയായി എത്തുന്നത് P വസന്തമാണ്. P വസന്തം എന്ന് പറയുന്നത് നാദാപുരത്തിന്റെ മുൻ MLA ആയിരുന്ന സത്യൻ മൊകേരിയുടെ ഭാര്യയാണ്. ഈ സ്ഥാനാർത്ഥിത്വത്തിന്റെ ഒരു തുടക്ക സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങളുണ്ടായിരുന്നു. ഏത് രീതിയിലാണോ തളിപ്പറമ്പിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള ടീച്ചർ അവിടെ സ്ഥാനാർത്ഥിയാകുന്നത്, അതേ രീതിയിൽ തന്നെ സത്യൻ മൊകേരിയുടെ ഭാര്യ P വസന്തം അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ളതായിരുന്നു വലിയ രീതിയിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ സമയത്ത് LDF നേരിട്ട ഏറ്റവും വലിയ ഒരു വിമർശനം എന്ന് പറയുന്നത്. പക്ഷേ P വസന്തത്തെ കുറിച്ച് പറയുമ്പോൾ അവർ പാർലമെന്ററി നിയമസഭാ തെരഞ്ഞെടുപ്പ് രംഗത്തിൽ പുതുമുഖമാണെങ്കിൽ കൂടി CPIയുടെ സംഘടന താഴെ തട്ടിൽ നിന്ന് വരെ പരിചയിച്ച് പ്രവർത്തിച്ച് വന്ന ആളാണ്. മഹിളാ മുന്നണിയിലടക്കം വലിയ ദേശീയ തലത്തിൽ അവിടെ പ്രവൃത്തി പരിചയമുണ്ട്. ആ രീതിയിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് P വസന്തം. നമ്മൾ UDF സ്ഥാനാർത്ഥി KM അഭിജിത്താണ്. പുതുമുഖം യങ് ബ്ലഡ് യുവ തുർക്കിയാണ് നാദാപുരം മണ്ഡലം പിടിച്ചെടുക്കാനായി UDF അവിടെ കൊണ്ടുവന്നെത്തിക്കുന്നത്. കോഴിക്കോട് നോർത്തിലായിരുന്നു കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തി കൂടിയാണ് KM അഭിജിത്ത്. അവിടെ ഏകദേശം 12,000 വോട്ടിനാണ് അന്ന് തോട്ടത്തിൽ രവീന്ദ്രനോട് KM അഭിജിത്ത് തോറ്റത്. എങ്കിൽ പോലും ഈ വർഷം ഈ തെരഞ്ഞെടുപ്പിൽ അഭിജിത്ത് മത്സരിക്കുമെന്ന ഒരു കിംവദന്തികൾ അന്നേ ഉണ്ടായിരുന്നു. അതിന് വേണ്ട പണിയൊക്കെ KM അഭിജിത്ത് എടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ മണ്ഡലത്തിൽ ചെറിയ മാറ്റമുണ്ടായി. കോഴിക്കോട് നോർത്തിൽ തന്നെ ഇത്തവണ മത്സരിക്കുമെന്നായിരുന്നു KM അഭിജിത്ത് വിചാരിച്ചിരുന്നത്. ആ രീതിയിലായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരും വിചാരിച്ചിരുന്നത്. കോഴിക്കോട് നോർത്ത് കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ KM അഭിജിത്ത് നടത്തി വരികയായിരുന്നു. നാദാപുരത്തേക്കാണ് പക്ഷേ നിയോഗമുണ്ടായത് സ്ഥാനാർത്ഥിയായി. പക്ഷേ വലിയ രീതിയിൽ UDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് KM അഭിജിത്തിലൂടെ തന്നെയാണ്. കോഴിക്കോടിന് പുതുമുഖമല്ല KM അഭിജിത്ത്. KSUവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ, നിരവധി സമര പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൻ്റെ തന്നെ ഒരു യൂത്ത് ഫേസ് ആണ് KM അഭിജിത്ത് എന്ന് പറയുമ്പോൾ, അപ്പോൾ യങ് ബ്ലഡ് നാദാപുരത്തേക്ക് കൊണ്ടുവരുമ്പോൾ നാദാപുരത്തിനെ പിടിച്ചെടുക്കാൻ UDFന് അവിടെ ഒരു വിജയ തേരോട്ടം നടത്താൻ KM അഭിജിത്തിനെ നിയോഗിക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും UDF അവിടെ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ നാദാപുരം മണ്ഡലത്തിൽ ആർക്കൊപ്പം നാദാപുരം നിൽക്കുമെന്ന് ചോദിച്ചാൽ പ്രവചനാതീതമെന്ന് മാത്രമേ നമ്മൾക്കിപ്പോൾ പറഞ്ഞു വെക്കാൻ കഴിയൂ.